ഞാൻ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിതിന് മുമ്പ് കുബൂസ് വെച്ചിട്ട് ഒരു ഷവർമ സാൻഡ്വിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്രെഡ് വെച്ചിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒത്തിരി സമയമൊന്നും ആവശ്യമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ വേണം. ഏകദേശം ഒരു 150-200 ഗ്രാം ബോൺലെസ് ചിക്കൻ ഉണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ, കൂടുതൽ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനാഗിരി, അതിൻ്റെ കൂടെ തന്നെ കട്ട തൈര് പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്, കാരണം അത്രയും സമയമൊന്നും ഉണ്ടായിരുന്നില്ല വെക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒരു ഫ്രൈ പാനിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടൊന്നും അല്ല ഫ്രൈ ചെയ്യുന്നത്, ഇതൊന്ന് വേവിച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അതിനുശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി ഇതങ്ങ് വെന്ത് വരും. അതിനുശേഷം ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കിയാൽ മതി. ഇപ്പോൾ ഇത് അത്യാവശ്യം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കുഞ്ഞ് സവാള ചേർത്ത് കൊടുക്കണം. ഒരു ക്യൂബായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് വെച്ചാൽ മതി. ചെറുതായിട്ടൊന്ന് അത് വാടി വരാനായിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ജസ്റ്റ് ഞാൻ 1 മിനിറ്റ് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇവിടെ റെഡിയായി. ഇത്രയുള്ള, അല്ലാതെ ഒരുപാട് അങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യേണ്ട, അതിന് മുമ്പായിട്ട് ഇത്തിരി ഒന്ന് ഓയിൽ ഒന്ന് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഫ്രൈ പാനിൽ. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് 4 പീസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ ഫ്രൈ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു സ്ക്വയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാവരും ആക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ബ്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കട്ട് ചെയ്ത് പോകുന്നില്ല നമ്മൾ എടുക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് മയണൈസ് ആണ് ചേർത്ത്. ഈ മയണൈസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്, ഡൗട്ടുള്ളവർ ചോദിച്ചാൽ മതി. നമ്മൾ നോർമൽ മയണൈസാണ്. അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് അടിച്ചെടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൻ്റെ പകുതിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പെട്ടെന്ന് അവിടെ ഇരുന്നോളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും വെച്ചിട്ട് പിന്നെ നമുക്ക് 4 പീസ് ബ്രെഡ് കൊണ്ട് ഒന്നും കൂടി ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ലെയറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ ലെയറിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മയണൈസ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സ്പൈസി ആയിരിക്കും, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ മയണൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും ചീസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ചീസ് വെച്ച് എല്ലാവരും ഒന്ന് കവർ ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് ചീസ് ഇങ്ങനെ മെൽറ്റായി വരുന്ന സമയത്ത് കഴിക്കുമ്പോൾ. ഇനി നമുക്ക് ഒന്നും കൂടി നമ്മുടെ ബാക്കിയുള്ള മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 ലെയറാണ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത്, ഒരുപാട് സൈഡിലേക്ക് വെക്കാതെ നോക്കിയാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. വീണ്ടും നമുക്ക് ഏറ്റവും അവസാനത്തെ ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കാം. 4 ബ്രെഡ് വെച്ച് കൊടുത്താൽ മതി. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, കുറച്ച് മയണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെയും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ചീസ് ഇട്ട് കൊടുക്കാം. ഈ ലെയറിൽ നമ്മൾ ചീസ് ഇടുന്ന സമയത്ത് കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മളിത് പുറത്തെടുക്കുന്ന സമയത്ത് അങ്ങനെ പൊട്ടി പോകുന്നില്ല. ചീസ് മെൽട്ടായിട്ട് എല്ലാം കൂടി അങ്ങ് സ്റ്റിക്കായി കിടന്നോളൂ. അപ്പോൾ നന്നായിട്ട് ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു 2 നുള്ള് ചുവന്ന മുളക് പൊടിച്ചതും കൂടി ചേർത്തിട്ടുണ്ട്, ചില്ലി ഫ്ലേക്സ്. ഇനി ഞാനിത് വേവിക്കുന്നതിന് മുമ്പായിട്ട് അടിയിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഞാനിത് വെക്കുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ അടി ഒട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ. ചീസ് മെൽട്ടാവുന്ന അത്രയും നേരം ഒന്ന് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് വേവിക്കുക. അപ്പോൾ ചീസ് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്തിട്ട് പ്ലേറ്റിനകത്തോട്ട് ഇട്ടിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കറക്റ്റ് സമയമൊന്നും പറയുന്നില്ല, കാരണം നമ്മുടെ ചീസ് മേലെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മെൽട്ടായിട്ടുണ്ടോ എന്നുള്ളത്. അത്രയും നേരം വെച്ചാൽ മതി. അപ്പോൾ ഇത് ഞാനിതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യം പോലെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. കുട്ടീസിന് കൊടുത്താൽ ഒരുപാട് ഇഷ്ടമാവും. അതുപോലെ നമുക്ക് എന്തെങ്കിലും പാർട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. കാരണം എല്ലാവർക്കും കഴിച്ച് കഴിഞ്ഞാൽ ഇഷ്ടമാവും, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതേ ഞാനിതൊന്ന് കോണായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നാളെ 3 മണിക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.